ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഐ എം ഡെലലു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു പ്ലാനൊക്കെ സെറ്റ് ചെയ്ത്, അതായത് ടേബിളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ആദ്യം തന്നെ അന്നത്തെ പ്ലാൻസ് എല്ലാം എഴുതി പ്രോപ്പറാക്കി. പിന്നെ മെയിൻലി ഈ ഒരു മാസം എൻ്റെ ടാർഗറ്റ് കുറച്ച് ബയോളജി തീർക്കണമെന്ന്. കാരണം സ്റ്റാർട്ട് ചെയ്തത് തന്നെ കുറച്ച് ലേറ്റായി. പിന്നെ കുറച്ച് മിസ്റ്റേക്സ് ഞാൻ ഇവിടെയും ചെയ്തു. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്ത് ഇന്നൊന്ന് ഫുള്ള് സെറ്റാക്കാമെന്ന് വെച്ചു. അങ്ങനെ ബയോളജി തുടങ്ങാമെന്ന് വെച്ച് നല്ല രീതിയിൽ. അപ്പം ഇന്ന് ബയോളജിയുടെ ക്ലാസ്സസ് കുറച്ച് കാണുന്നുണ്ടായിരുന്നു, അത് കണ്ടു. പിന്നെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ മെയിൻലി NCERT വായിക്കുക, ലൈൻ ബൈ ലൈൻ. ആസ് എ നീറ്റ് ആസ്പിരൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മുടെ ഡിക്ഷണറി പോലെ കൊണ്ട് നടക്കണം. എന്നുവെച്ചാൽ നമ്മുടെ ഒരു വലിയ ഗൈഡ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് തിങ്കാണ് NCERT എന്ന് പറഞ്ഞത് ബയോളജിക്ക്. സോ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. എന്ത് നമ്മൾ ഇപ്പം ക്ലാസ്സസ് കണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്താലും അത് നമ്മൾ NCERT വായിക്കണം. ബയോളജി സിമ്പിളാണെന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത്. പെട്ടെന്ന് തന്നെ അത് തീർക്കാൻ പറ്റണം. അതുപോലെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണാം.